ഈ ചൂടത്ത് പുതിയൊരു ഫാൻ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഈ 7 കാര്യങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. സീലിംഗ് ഫാൻ ആയാലും ടേബിൾ ഫാൻ ആയാലും സ്റ്റാൻഡിംഗ് ഫാൻ ആയാലും ഇത് എല്ലാത്തിലും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ പൂർണ്ണമായി കാണുക. ആദ്യത്തെ കാര്യം എയർ ഡെലിവറിയാണ്, അതായത് CMM ക്യൂബിക് മീറ്റർ പെർ മിനിറ്റ്. ഒരു ഫാൻ ഒരു മിനിറ്റിൽ എത്ര വായു പുറത്തുവിടാൻ കഴിയുമെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ആ ഫാനിന്റെ യഥാർത്ഥ ശേഷി അളക്കുന്നത് ഇതിലൂടെയാണ്. രണ്ടാമത്തെ കാര്യം സ്വീപ്പ് സൈസ് ആണ്. ഫാനിന്റെ ബ്ലേഡുകളുടെ വലിപ്പം ഇത് എത്രയാണെന്ന് സൂചിപ്പിക്കുന്നു. ഇത് സാധാരണ മില്ലിമീറ്ററിലാണ് കാണിക്കുന്നത്. സാധാരണ മുറികൾക്ക് 1200 മില്ലിമീറ്റർ മതി. വലിപ്പമുള്ള മുറികളാണെങ്കിൽ 1400 മില്ലിമീറ്റർ വേണം. ഫാനിന്റെ സ്വീപ്പ് സൈസ് കൂടും തോറും കവർ ചെയ്യുന്ന ഏരിയയും കൂടും. 3 RPM റൊട്ടേഷൻസ് പെർ മിനിറ്റ്. ഫാൻ എത്ര വേഗത്തിൽ കറങ്ങുന്നു എന്നാണ് RPM സൂചിപ്പിക്കുന്നത്. പക്ഷെ വെറും RPM മാത്രം നോക്കി ഫാൻ തിരഞ്ഞെടുക്കരുത്. ഫാൻ സ്റ്റേബിളായി ശബ്ദമില്ലാതെ വൈബ്രേഷൻ ഇല്ലാതെ പ്രവർത്തിക്കണം. നാലാമത്തെ കാര്യം ബ്ലേഡുകളുടെ എണ്ണമാണ്. 3 ബ്ലേഡുള്ള ഫാനുകൾ ഏറ്റവും കൂടുതൽ എയർ ഫ്ലോ നൽകുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫാനും ഇതാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇത് പ്രവർത്തിക്കുമ്പോൾ ശബ്ദം കൂടുതലാണ്. 4 ബ്ലേഡുള്ള ഫാനുകൾക്ക് കൂടുതൽ ബാലൻസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ശബ്ദവും കുറവായിരിക്കും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇതിന് എയർ ഫ്ലോ കുറവായിരിക്കും. 5 ബ്ലേഡുകളുള്ള ഫാനുകൾ പ്രീമിയം ലുക്ക് നൽകും, ഏറ്റവും കുറവ് ശബ്ദമുണ്ടാക്കും, എന്നാൽ എയർ ഫ്ലോ കുറവായിരിക്കും. അപ്പോൾ ബ്ലേഡ് കൂടുന്നതിനനുസരിച്ച് എയർ റെസിസ്റ്റൻസും കൂടുമെന്ന് ഓർക്കണം. അഞ്ചാമത്തെ കാര്യം ബ്ലേഡിന്റെ മെറ്റീരിയലും അതിന്റെ ഡിസൈനുമാണ്. മെറ്റൽ ബ്ലേഡുകൾ പെർമനന്റ് ആയിരിക്കും, പക്ഷെ ഇതിന് ഭാരം ഉണ്ടായിരിക്കും. ഇത് മോട്ടറിന് കൂടുതൽ ലോഡ് ഉണ്ടാക്കുകയും ശബ്ദം ഉണ്ടാക്കുകയും ചെയ്യും. പ്ലാസ്റ്റിക് അല്ലെങ്കിൽ കോമ്പോസിറ്റ് ബ്ലേഡുകൾ ലൈറ്റ് വെയിറ്റും ക്വയറ്റുമാണ്, പക്ഷെ ഇതിന് ഡ്യൂറബിലിറ്റി കുറവാണ്. ആറാമത് ശ്രദ്ധിക്കേണ്ടത് മോട്ടറിന്റെ ക്വാളിറ്റിയാണ്. BLDC മോട്ടറാണ് ഇപ്പോഴത്തെ ബെസ്റ്റ് സ്റ്റാൻഡേർഡ്. മോട്ടോർ വൈൻഡിങ്ങിൽ അലൂമിനിയം ആണോ കോപ്പർ ആണോ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കണം. ചൂട് കുറവും ലൈഫ് കൂടുതലും എഫിഷ്യൻസി കൂടുതലുമാണ്. 100% കോപ്പർ മോട്ടറാണ് ബെസ്റ്റ് ഓപ്ഷൻ. ഇനി ഏഴാമത്തതും അവസാനത്തെയായി ശ്രദ്ധിക്കേണ്ട കാര്യം എയർ ത്രോ അല്ലെങ്കിൽ എയർ സ്പീഡാണ്. ആദ്യം പറഞ്ഞ CMM വായുവിന്റെ അളവാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ എയർ ത്രോ എന്നത് കാറ്റ് എത്ര ദൂരം എത്തുന്നു എന്നതാണ്. മുറിയുടെ വലിപ്പത്തിനനുസരിച്ച് കാറ്റ് എത്ര വ്യാപിക്കുമെന്ന് അറിഞ്ഞിട്ട് വേണം ഫാൻ തിരഞ്ഞെടുക്കാൻ. അപ്പോൾ അടുത്ത തവണ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ആവശ്യത്തിന് അനുയോജ്യമായ ഏറ്റവും മികച്ച ഫാൻ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കും. ഇത് മാർക്കറ്റിലെ ഇപ്പോൾ ബെസ്റ്റ് ആയിട്ടുള്ള ഫാനിന്റെ ഇമേജസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. See you in the next video.